പറയത്തക്ക അർത്ഥമൊന്നുമില്ലാതെ ഇംഗ്ലീഷിൽ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇറ്റ്. അർത്ഥമുള്ള സാഹചര്യമുണ്ട്, അർത്ഥമില്ലാത്ത സാഹചര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇറ്റ് മിക്കവാറും സെൻറ്റൻസിന് തുടക്കത്തിൽ വരും, പക്ഷേ അതിന് പറയത്തക്ക മീനിങ്ങൊന്നും ആ സെൻറ്റൻസിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇറ്റ് ഈസ് എ ഗുഡ് ടു സ്റ്റഡി ഡെയിലി. ദിവസവും പഠിക്കണം നല്ലതാണ്. ഇറ്റ് ഈസ് എ റെയിനിങ്, മഴ പെയ്യുന്നു, ഇപ്പോൾ മഴ അങ്ങോട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇറ്റ് കൊണ്ടുള്ള ചില സെൻറ്റൻസുകളിൽ ആ ഇറ്റിന് പറയത്തക്ക മീനിങ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഇറ്റ് പറയത്തക്ക ജോലിയൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ഇത്തരം സെൻറ്റൻസുകൾ സാധാരണ ആരംഭിക്കുമ്പോൾ ആദ്യം നമ്മൾ ഇറ്റ് ചേർക്കണം. അതിനുശേഷം നമ്മൾ ബി എന്ന വെർബിൻ്റെ സിംഗുലർ ഫോമുകൾ, അതായത് ഈസ്, വാസ്, പിന്നെ വേണമെങ്കിൽ വിൽ ബി, ഷാൽ ബി, ക്യാൻ ബി, മേ ബി, മൈറ്റ് ബി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അതിനുശേഷം അനുയോജ്യമായിട്ട് നമ്മൾ അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ നൗണോ ഒക്കെ ചേർത്ത് നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്തരം സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം. അപ്പോൾ രാവിലെ കുറച്ച് ഗ്രാമർ ക്ലാസ് ഉണ്ടായിരുന്നു, കുഞ്ഞു പിള്ളേർക്കാണ് കേട്ടോ. അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യം ഒന്ന് വെറുതെ പറഞ്ഞെന്നുള്ളൂ. കാണാം. ഗുഡ് ഡേ, ഹാപ്പി ഡേ.